പാലക്കാട്ടേക്ക് ഉച്ചപിടിക്കാം. അപ്പോൾ എന്താണ് കാര്യം? ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് പാലക്കാട്ടെ സ്പെഷ്യൽ കല്യാണ വിഭവമായ കുമ്പളങ്ങ കോഴി, ഒപ്പം നല്ല അടിപൊളി ഊണും ചോറും കഴിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കല്യാണ സീസൺ അല്ല എന്നൊരു സംശയം പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ അതിനൊരു പോം വഴി കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ പാലക്കാട്ടെ പ്രതിനിധി നിഖിൽ പരമേഷ്. ഇങ്ങനെ വെറൈറ്റി ഫുഡ് തേടിയുള്ള ഒരു യാത്രയിലാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം രാത്രി നമ്മുടെ ഗുഡ് നൈറ്റ് ഷോയിലും കാളൻ എന്ന് പറയുന്ന ഒരു വിഭവമായിട്ട് പാലക്കാട് നിന്ന് നിഖിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറയാനുള്ള ഈ കല്യാണ വിഭവം എന്താണ്, അത് എവിടെ കിട്ടും എന്നൊക്കെ അറിയാം. നേരെ പാലക്കാട്ടേക്ക്. ഹലോ പീയൂഷണ്ണ, നമസ്കാരം. നമസ്കാരം, പറയൂ. നമ്മൾ റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് വേണ്ടിയിട്ടേ നമുക്ക് ഈ പാലക്കാടൻ സ്പെഷ്യൽ ആണല്ലോ കുമ്പളങ്ങ കോഴി, അപ്പൊ അതൊന്ന് ഷൂട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇപ്പൊ എവിടെ ഉണ്ടാവും കുമ്പളങ്ങ കോഴി? അതിപ്പോ കല്യാണ സീസൺ അല്ലാത്തതുകൊണ്ട് സാധനം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കല്യാണം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഉണ്ടാവില്ലേ? ഓക്കെ 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 ഓക്കെ. പക്ഷെ ഒരു കടയുണ്ട്, നമ്മുടെ സിനിമാ നടന്മാരൊക്കെ വന്ന് കഴിക്കുന്ന ഒരു കടയുണ്ട്, കുമ്പളങ്ങയും കോഴിയും കിട്ടുന്ന ഒരു കടയുണ്ട്. ഓ, എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞാൻ നമ്മുടെ പാലക്കാട് കോട്ടയിലുണ്ട്. ഓ ശരി ശരി ശരി, ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. ആയിക്കോട്ടെ, എന്നാ പോവാം, വന്നോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം. ബ്രോ, നമസ്കാരം. പോലെ അപ്പോ തീർച്ചയായും. അപ്പൊ നിങ്ങൾ പറഞ്ഞ കട അല്ലേ, രാജേട്ടന്റെ കട? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ സമയത്ത് സെറ്റ് ആയിരിക്കുമല്ലോ അല്ലേ? ഉച്ച സമയത്ത് ഓൾമോസ്റ്റ് സെറ്റ് ആയിരിക്കും. കുമ്പളങ്ങയും കോഴിയും കുറച്ചധികം വെറൈറ്റീസ്. ഓക്കെ, അപ്പൊ നമുക്ക് പൊരിച്ചേക്കാം. ഓക്കെ. രാജേട്ടാ നമസ്കാരം. നിങ്ങളെ കടയെ കുറിച്ച് കുറേ കേട്ടു. അപ്പോൾ നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്ന പീയൂഷ് ബ്രോ ആണ് ഇവിടേക്ക് എത്തിച്ചത്. ഇപ്പം ഞങ്ങൾ വന്നതേ നമ്മുടെ പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ആണല്ലോ ഈ കുമ്പളങ്ങ കോഴി പറയണത്. അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. ഓ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കാരണം അത്യാവശ്യം ആളുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് അതാണ് കാണേണ്ടത്, അതിൻ്റെ വിശേഷങ്ങളാണ് അറിയേണ്ടത്. കാരണം അത് പാലക്കാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ആണല്ലോ. അപ്പം അതൊന്ന് കാണാം നമുക്ക്. എന്തൊക്കെയാണ് ഇപ്പൊ ഈ നമ്മുടെ കുമ്പളങ്ങ കോഴി അല്ലാതെ വേറെ എന്തൊക്കെയാന്നുള്ളത്? ഇന്നിപ്പോ ഉള്ളത് മീൻ കുറവാണ്. മീനിലിപ്പോ ഡാമാവോലി, തിലോപ്പിയ, കട്ട്ല, പിന്നെ മട്ടൻ തലക്കറി, മട്ടൻ പോട്ടി, മട്ടൻ ലിവർ, ചിക്കൻ ലിവർ, ചിക്കൻ കറി, ചിക്കൻ പെരട്ട്. രാജേട്ടാ, നമ്മൾ കേട്ടിട്ടുള്ളതേ പിന്നെ ഇപ്പൊ പീയൂഷ് ചേട്ടനൊരു കഥ പറഞ്ഞു തന്നു, എങ്ങനെയാണ് ഈ കുമ്പളങ്ങക്കാർ ഉണ്ടായത് എന്നുള്ളത്. താങ്കൾക്ക് അറിയാവുന്ന ഒരു കഥ എന്താണ് ഇതിനെപ്പറ്റി? ഈ പാലക്കാട്ടെ കല്യാണ വീടുകളിലൊക്കെ അത് ഉണ്ടായത് എങ്ങനെയാണെന്നാണ് രാജേട്ടൻ മനസ്സിലാക്കുന്നത്? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കുറേ കൂടും. അപ്പോൾ ചിക്കൻ മാത്രം കൊടുത്താൽ എത്തില്ല. അപ്പോൾ കുറേ ബന്ധുക്കളും എല്ലാവരും ഉണ്ടാകുമ്പോൾ ഈ കുമ്പളങ്ങയും കൂടി ആകുമ്പോൾ കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നിന്നാണ് വന്നത്. പക്ഷേ ഇന്ന് ഞാനത് പരീക്ഷിച്ചു, ഞാൻ വിജയിച്ചു. അപ്പോൾ പീയൂഷ് ചേട്ടാ, കുമ്പളങ്ങ കോഴി വന്നിരിക്കുകയാണ്. അത് നമുക്ക് തുടങ്ങാം അല്ലേ? നേരത്തെ കഴിച്ചിട്ടുണ്ട്, എന്നാൽ പോലും രാജേട്ടൻ്റെ കടയിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇത് കഴിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ചിക്കൻ ഇതും കൂടെ ഒരുമിച്ച് കഴിക്കണോ? എങ്ങനെയാത്? ഇപ്പോൾ പഴയ ആളുകളുടെ ഒരു കൺസെപ്റ്റ് അല്ലേ? കുമ്പളങ്ങയും ചിക്കനും പാലക്കാട് സ്പെഷ്യലാണ്. അത് ഇവിടെ പാലക്കാട് ഏത് ഹോട്ടലിലും തരാറില്ല, ഇവിടെ മാത്രമേ തരാറുള്ളൂ. ഈ കുമ്പളങ്ങക്കറി ഇല്ലാത്ത മറ്റ് ഐറ്റംസ് ഒക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട്? അതിനെപ്പറ്റിയുള്ള കഴിച്ചിട്ടുണ്ട്. മീൻ കറി നന്നായിരിക്കും. എനിക്ക് പൊതുവേ വറുത്തതിനോട് അധികം താല്പര്യമില്ല, അപ്പം മീൻ കറി നന്നായിരിക്കും. ഞങ്ങളിന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നന്നായിട്ടുണ്ട്, ഫുഡെല്ലാം നന്നായിട്ടുണ്ട്. ഈ കുമ്പളങ്ങ ഇതാണ് സ്പെഷ്യൽ ഇവിടെ തോന്നുന്നു. ഇല്ല, വേറെ കടകളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല, അത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പാലക്കാട്ടുകാരുടെ പ്രിയപ്പെട്ട കോഴിയും കുമ്പളങ്ങയും കഴിച്ചു. അതുമാത്രമല്ല, രാജേട്ടൻ്റെ ഒരുപാട് സ്പെഷ്യൽസും നമ്മൾ കഴിച്ചു. വയറും മനസ്സും ഒക്കെ നിറഞ്ഞിട്ടാണ് പോകുന്നത്. തീർച്ചയായും
എന്തായാലും നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. ഒരുപാട് ഐറ്റംസ് എനിക്ക് തോന്നിയതായിട്ടാ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീല് അതാണല്ലോ ഏറ്റവും ഇതായതല്ലേ. നമ്മളിപ്പോൾ പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് അതായിരുന്നു എൻ്റെയും ഉദ്ദേശം, അങ്ങനെ ആവണം. കുക്ക് ചെയ്യുന്നൊക്കെ കണ്ടില്ലേ, ആ പുറകിൽ തന്നെയാണ് അവരുടെ വീടിനോട് സമാനമായ രീതിയിൽ തന്നെ കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇതിലെ കടന്നു പോകുന്ന ആളുകൾ മറക്കണ്ട രാജേട്ടൻ്റെ കട. അതായത് നമ്മുടെ കോയമ്പത്തൂരിൽ നിന്നൊക്കെ തൃശ്ശൂരിലേക്ക് പോകുന്ന ദേശീയപാതയിലാണ്. വാഹനങ്ങളൊക്കെ നിർത്തി നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്താണ്. യാക്കര പുഴ അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ എല്ലാവരും വരിക, ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുക. അപ്പോൾ റൈഡിംഗ് റിപ്പോർട്ടർ ഇനി മറ്റൊരിടത്തേക്കാണ്. രുചിയും അതോടൊപ്പം തന്നെ ഗൃഹാതുര ഓർമ്മകളും നല്ല കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തടുത്തേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. പീയൂഷേട്ടാ, രാജേട്ടാ, താങ്ക് യു. ക്യാമറമാൻ രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പവിത്രൻ പാതിരപ്പറ്റ പറയുന്നു, രാജേട്ടനും കുമ്പളങ്ങി കോഴിക്കും നന്ദി. അതിനാണോ? അതെ, എന്തായാലും നിഖിൽ പ്രമേഷേ ഒന്ന് കരുതിയിരുന്നു കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് ആ വിഭവം കണ്ടിട്ടേ ആൾക്കാരുടെ കൊതി കൂടിയിട്ടുണ്ട്. ഒന്നാമത് ഇപ്പോൾ ഉച്ച സമയമാണ്, ഇപ്പം എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാൻ ബാക്കിയുണ്ട്. ഇങ്ങനെ കൊതി കൂട്ടി കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ.